വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നൊരു തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡ് പോക്കറ്റാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. സൂപ്പർ ടേസ്റ്റാണ്. നമുക്കൊന്ന് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ചിക്കനാണ്. ചിക്കൻ ഞാൻ എല്ലില്ലാത്ത ചിക്കനൊക്കെ എടുത്തിട്ട് കുറച്ച് വേവിച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുത്തതാണ്. അത് ചൂടാറിയതിന് ശേഷം ചെറിയ ജാറിലിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അത് നന്നായിട്ട് പൊടിച്ച് നമുക്കതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഒരു പാൻ എടുത്തിട്ട് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് സവാള, അതായത് ഏകദേശം നമുക്ക് അതിനാവശ്യമായിട്ടുള്ള, നമ്മൾ എത്ര ബ്രെഡാണ് എടുക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള സവാളയാണ് വേണ്ടത്. ഞാനിവിടെ 4 ചെറിയ സവാളയാണ് എടുത്തിരിക്കണം. അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ശേഷം അതിനകത്തേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി അതിനകത്തേക്ക് ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി പിന്നെയും വഴറ്റിയെടുക്കണം. സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കണം. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതിൻ്റെ ആ പച്ച മസാലയുടെ ആ മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതെല്ലാം വഴറ്റി വന്നതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ആ ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതെല്ലാം നന്നായി കൂട്ടിയതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും, പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പ് പോരെങ്കിൽ അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കണം. കാരണം ഞാൻ ചിക്കൻ വേവിച്ചപ്പോഴും സവാള വഴറ്റിയപ്പോഴും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പോരാത്ത കൊണ്ടിട്ട് കുറച്ചും കൂടി ഉപ്പ് അതിനകത്തേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു 6 പീസ് ബ്രെഡാണ്. അതിൻ്റെ സൈഡൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ആണ് ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് വേണ്ടത് ഒരു 1/4 കപ്പോളം മൈദപ്പൊടിയും അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ ഇത് നമുക്കൊന്ന് ലൂസാക്കി എടുക്കാൻ പറ്റിയ ഒരു ബാറ്റർ പോലെ തയ്യാറാക്കി നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസാക്കി എടുക്കണം. കാരണം നമുക്ക് ബ്രെഡ് ഇതിനകത്തേക്ക് ഡിപ്പ് ചെയ്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
ഇതുപോലെ നല്ല ലൂസായിട്ടുള്ള ബാറ്ററായിട്ട് വേണം നമുക്ക് എടുക്കേണ്ടത്. ഇനി നമുക്ക് അടുത്തത് വേണ്ട ബ്രെഡ് ക്രംസ് ആണ്. അതും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്സ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ബ്രെഡ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡ് എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഈ മസാല കുറച്ച് ഇട്ട് കൊടുക്കുക. അത് ഒന്ന് ഒതുക്കി ഇട്ട് വെച്ചതിന് ശേഷം അടുത്ത ബ്രെഡിൻ്റെ പീസും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതും ഒന്ന് നമുക്ക് എടുത്തിട്ട് റെഡിയാക്കി അതും വയ്ക്കാം. അങ്ങനെ അടുത്തതും ഇതുപോലെ തന്നെ എടുത്തിട്ട് ചെയ്താൽ മതി. അത് ഫില്ലിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്തത് വേണ്ട നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് നന്നായിട്ടൊന്ന് മുക്കി കൊടുക്കുക. എല്ലാ വശവും നന്നായിട്ടൊന്ന് മുങ്ങുന്ന രീതിയിൽ, അതിൻ്റെ മസാലയൊക്കെ പുറത്തേക്ക് പോകാത്ത രീതിയിൽ വേണം കേട്ടോ മുക്കാനായിട്ട്. എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പോയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ബ്രെഡ് ക്രംസിലേക്ക് എടുത്ത് വയ്ക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം. എല്ലാ ഭാഗവും മുങ്ങി വരുന്ന രീതിയിൽ, എല്ലാം പൊതിഞ്ഞ് വരുന്ന രീതിയിലെല്ലാം ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് വെച്ച് തേച്ച് കൊടുക്കണം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് എല്ലാ ഭാഗവും ഒന്ന് കൊടുത്തതിന് ശേഷം മാത്രം നമുക്ക് മാറ്റി വെക്കാൻ പറ്റുള്ളൂ. കാരണം എണ്ണയിലിടുമ്പോൾ അല്ലെങ്കിൽ അത് തുറന്ന് പുറത്തേക്ക് പോരും. അതിനുശേഷം നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഒരു പാൻ എടുത്ത് വെച്ച് അതിനകത്തേക്ക് നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനകത്തേക്ക് നന്നായി ചൂടായി വരുമ്പോഴേക്കും ആ ബ്രെഡ് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. രണ്ടെണ്ണം വെച്ചിട്ട് ചെയ്യാം. ഞാൻ ഒന്ന് ശരിക്ക് കാണാവുന്ന രീതിയിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടിട്ടാണ് ഓരോന്ന് ഇട്ട് ചെയ്യണത്. ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് അതൊന്ന് അടുത്ത വശത്തേക്കും കൂടി മറിച്ചിടണം. എന്നിട്ട് ആ ഭാഗവും കൂടി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. അങ്ങനെ ഇതുപോലെ നമുക്ക് 3 ബ്രെഡും നല്ല രീതിയിൽ ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കണം.
അങ്ങനെ നമുക്ക് ആ 3 ബ്രെഡും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് തയ്യാറാക്കിയെടുക്കുക. എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് ഒക്കെ ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് എഴുതി അറിയിക്കണം. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്സാണ്. നോമ്പൊക്കെ അടുത്ത് കൊണ്ടിട്ട് നോമ്പിനൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു പലഹാരത്തിൽ ഒന്നാണിത്.